Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രിയെ ചൊല്ലി വീണ്ടും തർക്കങ്ങൾ. ആശുപത്രി മേധാവിക്കെതിരെയായിരുന്നു രൂക്ഷ വിമർശനങ്ങൾ. ആശുപത്രിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു തർക്കങ്ങളും പരാതികളും. യോഗം തുടങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് പ്രതിനിധികളാരും എത്താതിരുന്നതു മുതൽ തുടങ്ങി തർക്കം. തുടർന്ന് തഹസിൽദാറും ജനപ്രതിനിധികളും ഇടപെട്ടാണ് സൂപ്രണ്ടിനെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. ആശുപത്രിയിലുണ്ടായിരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ പിരിച്ചുവിട്ടതിന് പകരം നിയമനം നടത്താത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യ തർക്കം. നിയമനത്തിന് തീരുമാനിച്ച കൂടിക്കാഴ്ച നഗരസഭാ അധ്യക്ഷയുടെ അസൗകര്യം മൂലമാണ് മാറ്റിയതെന്ന് സൂപ്രണ്ട് പറഞ്ഞു. എന്നാൽ തന്നോട് ആലോചിക്കാതെയാണ് കൂടിക്കാഴ്ചയ്ക്ക് തീയതി തീരുമാനിച്ചതെന്നും ഇതിൽ ചെയർപേഴ്സൺ നിർബന്ധമില്ലെന്നുമാണ് സൂപ്രണ്ട് വിശദീകരിച്ചതെന്ന് ചെയർപേഴ്സണും ആരോപിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം വിളിച്ചപ്പോൾ സൂപ്രണ്ട് ഇറങ്ങിപ്പോയതായും ഇതിനെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ഒരു ഉദ്യോഗസ്ഥരിൽ മാത്രം കുറ്റം ആരോപിക്കുന്നത് ശരിയല്ലെന്നും എല്ലാവർക്കും ഇതൊക്കെ ബാധകമാകണമെന്നും ഇവിടെ നവീൻ ബാബുമാരെ ഉണ്ടാക്കരുതെന്നും മുസ്ലിം ലീഗ് അംഗം PMA ജലീൽ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ടിനെ പറയുമ്പോൾ ജലീൽ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്നും ആരോപണങ്ങൾ വ്യക്തിപരമല്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് അറിയിച്ചു. കൂടിക്കാഴ്ച നടത്തി ജീവനക്കാരെ നിയമിക്കാൻ ചെയർപേഴ്സൺ K ജാനകി ദേവിയെ യോഗം ചുമതലപ്പെടുത്തി. ആശുപത്രിയിൽ കിടത്തി ചികിത്സ നൽകുന്നില്ലെന്നും മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞുവിടുകയാണെന്നും മറ്റു ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു. ഡോക്ടർമാരുടെ കുറവാണ് കിടത്തി ചികിത്സ കുറയാൻ കാരണമെന്ന് സൂപ്രണ്ട് മറുപടി നൽകി. യോഗത്തിൽ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി അധ്യക്ഷയായി. K പ്രേംകുമാർ MLA, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.